രണ്ടാം നമ്പർ സീരീസ് കാണുന്ന എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും വീഡിയോയിൽ 2 വീടാണല്ലോ കാണിക്കുന്നത്, ശരിക്കും നിങ്ങളുടെ വീട് ഏതാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാം നമ്പർ സീരീസിൽ കാണിക്കുന്ന ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആരെ വീടാണെന്ന് നമുക്ക് നോക്കാം. വരും. അപ്പോൾ നമുക്ക് ഇത് ആരുടെ വീടാണെന്ന് നോക്കാം അല്ലേ. വാ, ബെല്ലടിച്ച് നോക്കാം. ആ നാത്തൂനെ ഇതാരാ മനസ്സിലായില്ലേ? നമ്മുടെ വീഡിയോയിലുള്ള നാത്തൂനാണ്, എൻ്റെ സ്വന്തം നാത്തൂനാണ് കേട്ടോ. നാത്തൂൻ്റെ 2 മക്കളാണ്. ഇസിലു ചെറിയ ആളാണ് കേട്ടോ. ഇത് ഇവളെ മനസ്സിലായില്ലോ, റീസനെ നമ്മുടെ വീഡിയോയിലൊക്കെ ഉള്ള നമ്മുടെ അടുത്തുള്ള കുട്ടിയായിട്ട് അഭിനയിക്കുന്ന ആള് രണ്ടാം നമ്പയിൽ റിസ. നാത്തൂൻ്റെ മൂത്ത കുട്ടിയാണ് കേട്ടോ. അതെ, എമ്മിക്ക് ടാറ്റ എടുക്കുക, എമ്മിക്ക് ടാറ്റ എടുക്കുക. അതാ എമ്മിക്ക് ടാറ്റ എടുക്കുക. ടാറ്റ കൊടുക്കുക. നോക്കാമോൻ പോവാം. അപ്പൊ ഇതാണ് കേട്ടോ ഈ വീട്ടിലത്തെ ഒരു മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ നാത്തൂനൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്ന റൂം ഇതാണ് കേട്ടോ. കണ്ടില്ലേ, ഇസിലുവിന്റെ തൊട്ടിലൊക്കെ. അപ്പൊ നാത്തൂനെ ഈ വീട് എത്ര ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്? 4.5 വർഷമായിട്ടോ ഈ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. എന്നിട്ടും ഇത് പുതിയതുപോലെ കൊണ്ടെടുക്കുന്ന നമ്മുടെ നാത്തൂന്റെ ഒറ്റ കഴിവുകൊണ്ടാണ് കേട്ടോ. നാത്തൂന് മാത്രമല്ല, നമ്മുടെ ബ്രദറും കട്ടക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ക്ലീനിങ്ങിനായിട്ടും എന്തിനായിട്ടും കൂടെ നാത്തൂന്റെ വീടെ തന്നെ ഉണ്ട് അല്ലേ? അതെ. അപ്പൊ ഇതാണ് കേട്ടോ ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം. നമ്മുടെ വീഡിയോയിൽ മിക്കതും ഈ റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അതെ. ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റൂം ഇതാണ്. ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് ഈ റൂം. മിററും ഇതിൽ കൂടുതലായിട്ട് അവർ എടുക്കാറുണ്ട് വീഡിയോസ് ഒക്കെ. നല്ല അടിപൊളി മിററാണ് കേട്ടോ. അത് ഫുൾ ലെങ്ത് ആയിട്ടുള്ളൊരു മിററാണ്. എല്ലാ റൂമിലും കുറച്ച് ഉള്ളോട്ട് കയറിയിട്ടാണ് ഡ്രസ്സിങ് അൽമാരൊക്കെ വരുന്നത്. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത്. അതെ, ഞങ്ങൾക്കൊരു സംഭവം കാണിച്ചു വായോ. രണ്ടാളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ തന്നെ പേടിയുണ്ടല്ലോ. പറ. 49 38 ഗുണിച്ചാൽ എത്ര കിട്ടാ? കാൽക്കുലേറ്റർ ഉപയോഗിക്കരുത് കിട്ടാ. അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിച്ചാ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. കാൽക്കുലേറ്റർ പാടില്ല പറഞ്ഞില്ലേ? എന്നാ ശരി, ഞങ്ങളൊന്ന് വിരലിൽ കൂട്ടി നോക്കട്ടെ. അങ്ങനെ കയ്യിലൊന്നും കൂട്ടാൻ പറ്റൂല. അത് ശരി. പിന്നെ ഞങ്ങൾ ഇത് എങ്ങനെ ചെയ്യാനാ? എന്റെ അമ്മച്ചി 1862 ഉത്തരം. എന്ത്? ഇത് നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ചെയ്തത്? ഇതാണ് മെന്റൽ മാത്സ്. ഞാൻ ബാൻസു ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാ. അതെ, ഞങ്ങളെ ബാൻസു ക്ലാസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കണത്. പിന്നെ ഇവിടെ ഫോർമുലകൾ കാണാതെ പഠിക്കല്ലേ ചെയ്യണത്. വിഷ്വൽ ലേണിംഗ്, പസിലുകൾ, ഇങ്ങനത്തെ പല ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങളെ ടീച്ചർമാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാത്സ് പഠിക്കാൻ നല്ല എളുപ്പമാണ്. അത് ശരി. എന്നാ ഇത് ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരടി. ആദ്യം 49നെ 38ന്റെ 3 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് 147 കിട്ടും. ഇനി അതിനെ 10 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് 1470 കിട്ടും. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി 49 38ന്റെ 8 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് 392 കിട്ടും. ഇനി 1470 392 കൂട്ടിയാൽ നമ്മുടെ ആൻസർ റെഡി. അപ്പൊ അത് ശരി, ഇതൊക്കെ അവള് മനസ്സിൽ കണക്കൂട്ടിയിട്ടാണ് ചെയ്തത് അല്ലേ? നമ്മൾ ഇഷമോൾ ഇപ്പോൾ ബാൻസുവിന്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഇഷമോൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും അവൾ പുറകിലായിരുന്നതും മാത്സിലായിരുന്നു കേട്ടോ. സ്കൂളിലെ പരീക്ഷകളാണെങ്കിലും ഭാവിയിലുള്ള മത്സര പരീക്ഷകളാണെങ്കിലും എന്തിന് ദൈനംദിന ജീവിതത്തിൽ പോലും മാത്സ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലെ? മോള് പറഞ്ഞ പോലെ വിഷ്വൽ ലേണിംഗ്, പസിലുകൾ, കൂടാതെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലൂടെ ഒക്കെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാത്സിനോടുള്ള ഭയം തന്നെ അങ്ങോട്ട് മാറി കിട്ടും കേട്ടോ. ഇവിടെ 1:5 എന്ന റേഷ്യോയിൽ ക്ലാസ്സുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ടീച്ചർക്ക് മാക്സിമം 5 കുട്ടികൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ.
അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷനും അവരുടെ ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ടൈമും കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇന്ത്യ, US, UK, കാനഡ, UAE തുടങ്ങിയ 20ഓളം രാജ്യങ്ങളിലുള്ള കുട്ടികൾ ബാൻസൂല് പഠിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മച്ചി ആ ഫ്രീ ക്ലാസിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേ. അത് ശരിയാ. ഇപ്പൊ ബാൻസ് ഫ്രീ ആയിട്ട് ഡെമോ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പാരന്റ്സിന് ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നേരത്തെ ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കൂടാതെ എന്റെ ലിങ്ക് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഫുൾ കോഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൂടി കിട്ടും കേട്ടോ. അപ്പൊ ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. ബാൻസുവിന്റെ ഫ്രീ ഡെമോ ക്ലാസ് എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതെ, ഒട്ടും വൈകിക്കണ്ട കേട്ടോ. അതെ, ഒട്ടും വൈകിക്കണ്ട. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ നാത്തുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കിച്ചൺ നമുക്കൊന്ന് കണ്ടാലോ. നാത്തുവിനെ കിച്ചണിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നമ്മളെ പ്രേക്ഷകരോട്? കിച്ചണില് നമ്മള് ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചണാണ്. പിന്നെ അത് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന ഒരു കുഞ്ഞു ടേബിളാണ്. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അവിടെയാണ്. ഇവിടെ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുക്കിങ്ങിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യലിതാ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്റെ കുഞ്ഞു കുറച്ച് ചെടികളുണ്ട് കിച്ചണില്. അതൊക്കെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് നല്ലൊരു വൈബല്ലേ. മണി പ്ലാന്റ് അങ്ങനെ വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ് ആണ് അത്. നാത്തൂന് കുട്ടികളെ നോക്കണ പോലെ കേട്ടോ ചെടികളൊക്കെ നോക്കുന്നത്. കണ്ടാ ഇതൊക്കെ കണ്ടോ? അത് ന്യൂ പ്ലാന്റ് വരികയാണ്. ഇലയൊക്കെ വെള്ളത്തിലിട്ടിട്ട് പുതിയ പ്ലാന്റ് വരുന്നത് കണ്ടാ? കാണിച്ചു. ഓക്സിജൻ പ്ലാന്റ് ആണ് അത്. ഇല ഇട്ടിട്ട് ഇതുപോലെ ഇല ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കണ്ടോ ഇതുപോലത്തെ ചെടിയായി മാറും. കണ്ടാ അടിയിൽ. എന്നിട്ട് നാത്തൂന് സ്പെഷ്യലായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങൾ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാ. ഇസിലുണ്ട് വേണമെങ്കിൽ പറയാ. ലോക്ക് ഇസിലുവിന് അയിമടെ. ഇതെന്താന്നറിയോ സംഭവം? ഇത് നമ്മളെ ഹൗസ് വാമിങ്ങിന്റെ സമയത്തില്ലായിരുന്നു കേട്ടോ. നമ്മളെ ചെറിയ ആള് വന്നതിന് ശേഷം പാത്രങ്ങളൊക്കെ എടുത്തിട്ട് പൊട്ടിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഒരു ലോക്കാണിത്. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചിട്ട് തുറക്കാം. എന്താ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ നാത്തു സൂക്ഷിക്കുന്ന ഷെൽഫാണ് കേട്ടോ അത്. താഴെ ഓപ്പൺ ആക്കിയോ? താഴെ ഓപ്പൺ ആക്കിയോ? ഓപ്പൺ ആക്കണം. ഇവിടൊക്കെ പ്ലേറ്റുകളാണ് കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു സാധനം ഉപകാരപ്പെടുന്ന സാധനം കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കൊക്കെ. എന്താ ഇങ്ങനെ അടച്ചു വെച്ചാൽ തുറക്കാനും പറ്റൂല. കാരണം ഇപ്പോഴത്തെ ഷെൽഫിനൊന്നും ലോക്ക് ഉണ്ടാവൂലല്ലോ അല്ലേ. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ബ്രദർ റാഫി. ഞങ്ങള് ബാവാനാട്ട വിളിക്കല്. അപ്പൊ പുള്ളി ഗൾഫിലൊക്കെ ആയിരുന്നു, ഇപ്പൊ നാട്ടിലാണ്. മൂപ്പര് ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്. ചെയ്യിച്ചതാണ്. പിന്നെ ഇത് നമ്മൾക്കൊരു പ്രത്യേക ഒരു പീസ് മൈൻഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗാർഡൻ ആയിട്ടുള്ള ഇപ്പോൾ ഒരു കോട്ടിയാടായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ആദ്യം നമ്മൾ അക്വേറിയം എന്നുള്ള ആൾക്കായിട്ടാണ് സെറ്റ് ആയതെന്ന്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാന്നുള്ള ആൾക്ക് നമ്മൾ ഇതിൻ്റെ കോട്ടിയാടാക്കിയിട്ട് മാറ്റിയതാണ്. ഇപ്പോൾ പറങ്കോള കാര്യങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ ആവശ്യങ്ങൾ പകൽ വെളിച്ചങ്ങൾ കൂടുതലായിട്ട് ലൈറ്റ് ഇല്ലെങ്കിലും കൂടുതൽ കിട്ടും. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പിന്നെ അതിന്റെ അണ്ടർ തന്നെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള ചെടികളും ഇതൊക്കെ കാണുമ്പോൾ പ്ലാസ്റ്റിക് പോലെ തോന്നും അല്ലേ. നാച്ചുറൽ ഒരു വൈബ് കിട്ടുന്ന ഒരു ഏരിയ ആണ് നമുക്ക്. പിന്നെ ഇവര് രണ്ടുപേരും ചെടിയോനോട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരാളല്ലേ ചെടിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവുക, ഒന്നുകിലും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. പക്ഷെ ഇവര് രണ്ടുപേരും കട്ടക്ക് സപ്പോർട്ടാ ചെടി വളർത്തുന്ന കാര്യത്തില്. എവിടൊക്കെ ചെടി ഉണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് പ്ലാന്റ് ചെയ്യൂട്ടായിട്ടുള്ളതിലാണ് ചെടികൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും. പിന്നെ ബാബ നമ്മുടെ വീഡിയോയിൽ കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു സാധനമാണ് അത്. ആ ഒരു ജനൽപ്പാളി അതെന്താ സംഭവം? അത് ലേസർ കട്ടിങ് CNC അങ്ങനെ എന്തോ ആയിട്ടാണ്. അത് കൊടുവള്ളിയിൽ നിന്നാണത് നമ്മൾ അന്ന് വീടിൻ്റെ വർക്ക് എടുക്കുന്ന നേരത്ത് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം 3 ഏരിയകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ നല്ല കോസ്റ്റ് വന്നിട്ടുണ്ട്. കാരണം അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അത് ചെയ്യാൻ വന്നിട്ടുള്ളത് അന്ന്. പിന്നെ ഈ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ വീടിന്റെ കൺസ്ട്രക്ഷന്റെ നേരത്ത് ഞാൻ കുറെ വീടുകൾ ഇങ്ങനെ ഹൗസ് വാമിങ് കഴിഞ്ഞതും വർക്ക് നടക്കുന്നതും പോയിട്ടുള്ള വീടുകൾ കുറെ പോയി നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഇന്റീരിയറിന്റെ വർക്ക് എടുക്കുന്ന മൂപ്പരോട് ഈ ആശയം പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആ ഒരു രീതിയിലായിട്ടാണ് ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വർക്ക് വന്നൊരു ഏരിയ ആണ് ഇത്. അത്യാവശ്യം നല്ലൊരു കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട്. ഇത് ചെയ്ത് അത്യാവശ്യം കോസ്റ്റും വന്നിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ഭംഗിയുണ്ട് അല്ലേ. നമ്മൾ ഓരോരോ വീടുകളിൽ പോയി നിൽക്കുമ്പോഴൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഓരോരോ ആശയങ്ങൾ അവിടുത്തെ ഓരോരോ വർക്കിന്റെ കാര്യങ്ങൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം
കാര്യങ്ങൾ നമുക്കും വീട്ടിൽ എന്ത് ചെയ്യുക, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ കിട്ടും. സാധാരണ രീതിയിൽ നമ്മൾ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും കുറേ വീടുകൾ പോയിട്ട് നോക്കണം. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, കുറേയൊക്കെ വീടിനെ സംബന്ധിച്ചിട്ട് കുറേ ഐഡിയകളും വരും. കുറേ വീട്ടിൽ നിന്ന് കുറേ ടൈപ്പ് ലൈറ്റുകൾ, ഡിസൈനുകൾ, കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഈ ലൈറ്റിനെ കുറിച്ചിട്ട് പറയാന്, ഈ ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ ലൈറ്റ് തപ്പി നടന്നിട്ടുണ്ട്. അങ്ങനെ എൻഡിങ്ങിലാണ് ഈ വീടിന്റെ ലൈറ്റ് ഞങ്ങൾക്ക് കണ്ടെത്തിയത്. ബാവാന്നാണ് കേട്ടോ വിളിക്കുന്നത്. ബാവാന്റെ ക്ലാസ്മേറ്റ് ആണ്. എടുത്തോളൂ. ബാവ എവിടെ? ബാവ എവിടെ? ബാവ എവിടെ? ഈ ലൈറ്റ് നമ്മള് അത്യാവശ്യം ഞങ്ങൾ സിൽവാനിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. കഞ്ഞിപ്പുര സിൽവാനിന്നാണ് എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് എടുത്തൊരു ലൈറ്റാണ്. ലാസ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ലൈറ്റ് കണ്ടെത്തിയത്. കാരണം ഇതിനായിട്ട് കുറെ എന്ത് ചെയ്യും, എങ്ങനത്തെ ഒരു ഇത് കിട്ടും എന്നുള്ളവർക്ക് നടന്നിട്ട് ലാസ്റ്റ് അൽഹംദുലില്ലാ നല്ലൊരു ഐഡിയ ഉള്ള ഒരു നല്ല ഭംഗിയുള്ള ലൈറ്റ് തന്നെ കിട്ടിയത്. ഒരു റാന്തല് ഫീല്, റാന്തല് തൂക്കിട്ട പോലെ നല്ലൊരു ആംബിയൻസ്. ഇനി ഈ വീട്ടിലെ വാഷ് ബേസ് ഏരിയ എവിടെ നോക്കാട്ടാ. വാ, എവിടെ ഉള്ളത്? നമ്മളെ വാഷ് ബേസ് ഏരിയ വരുന്ന എന്തിലാണ്, അത് പെട്ടെന്ന് കണ്ണ് പെടില്ല ഏരിയയിലൊക്കെ എടുക്കുന്നത്. പെട്ടെന്ന് കാണാത്ത രീതിയിലാണല്ലേ, പെട്ടെന്ന് കാണാത്ത രീതി ഒരു ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ള വാഷ് ബേസ് കേട്ടോ. ഇതിങ്ങനെ കണ്ട, ഇവിടെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് നാത്തൂൻ്റെ ചെടികൾ കാണട്ടോ. നാത്തൂൻ്റെ ചെടി അത്രക്കും ഇഷ്ടമാണ് അല്ലേ. ഇതൊക്കെ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നിപ്പോയിട്ടോ, കണ്ടാലിങ്ങനെ ഇലയൊക്കെ പറിക്കാൻ തോന്നും. പക്ഷെ ഇത് പ്ലാസ്റ്റിക് അല്ല, നാച്ചുറൽ ആയിട്ടുള്ള ചെടിയാണ് കേട്ടോ. എന്താ നമുക്ക് വീട്ടിൻ്റെ ഇതിൽ പകൽ വെളിച്ചങ്ങളിൽ നമുക്ക് കൂടുതൽ ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം വീട്ടിൻ്റെ ഉള്ളിലോട്ട് അത്യാവശ്യം എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്ക് ആ കർട്ടന് പൊന്തിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും. പിന്നെ അത് മാത്രമല്ല പറങ്കോള കാര്യങ്ങളായിട്ടുള്ളതായതുകൊണ്ടും രണ്ട് സൈഡിലും പറങ്കോള ചെയ്തുകൊണ്ടും നമുക്ക് നല്ല ലൈറ്റിനിങ് കിട്ടും. കാരണം പകൽ തീരെ ലൈറ്റ് ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഡബിൾ ലൈറ്റിലാണ് ഉള്ളത് തന്നെ, അപ്പോൾ ചൂട് ചെറുമട്ടത്തിൽ കുറയും ചെയ്യും. ഇനി ഏറ്റവും ഹൈലൈറ്റ് ആണ് അവിടുത്തെ സ്റ്റെയർ കേസ്. അതിനെ കുറിച്ചിട്ട് നമുക്ക് ബാബ പറഞ്ഞു തരും. ഈ വീടിനെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ട്വിസ്റ്റുള്ളൊരു സ്റ്റെയർ കേസാണ്. കാരണം നമ്മൾ ഇത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിലാണ്, വീടിൻ്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സ്റ്റെയർ സെറ്റ് ചെയ്യുന്നത്. കാരണം ഇത് ഒന്ന് അവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ആകുമ്പോൾ നമുക്കൊരു ബോറായി കാണും എന്നുള്ളവർക്ക് അങ്ങനെ ഒരു വന്ന് പിന്നെ അതിന് ശേഷം എന്ത് ചെയ്താണ് നമ്മൾ ഇവിടെ ആയിട്ട് ഇത് പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഏതൊരാൾക്കും എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഇത് കയറിപ്പോകാം. കാരണം അങ്ങനെ വല്ലാതെ ഹൈറ്റ് ഫീൽ ചെയ്യില്ല. നോർമലായ രീതിയിലായിട്ട് ഇങ്ങനെ ഒരു ഹൈറ്റായിട്ട് ഇതായി പോകുന്നതാണ്. നമ്മളെ സ്റ്റെയർ വരുന്നത് ഇരുമ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇരുമ്പിൻ്റെ സ്റ്റാൻഡിങ്ങും വന്നിട്ട് അതിൻ്റെ മേലെ എന്ത് ചെയ്താണ് നമ്മൾ മഹാഗണിൻ്റെ സ്റ്റെപ്പൊക്കെ ചവിട്ടിയടായിട്ട് ചവിട്ടിയടായിട്ടാണ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചവിട്ടടി വരുന്നത് മഹാഗണിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ കൂടെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സേഫ്റ്റി എന്നുള്ള ആൾക്ക് ഇപ്പോൾ ഈ ചവിട്ടടിൻ്റെ സാധാരണ എല്ലായിടത്തും ഈ ഒരു ചിലയിടത്ത് ചെയ്യുന്നത് ഈ ചവിട്ടടി മാത്രമേ കാണുള്ളൂ ഈ ഇത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു ബാലൻസ് ചെയ്യാന്നുള്ള ആൾക്കൊരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അത് ഈ കുട്ടികൾക്ക് കാര്യങ്ങൾക്കൊക്കെ കയറുമ്പോൾ എന്താ പറയുക, ഒരു സേഫ്റ്റി എന്നുള്ള ആൾക്കായിട്ട് ചെയ്തൊരു കാര്യമാണ് ഉള്ളിലുള്ള ഒരു സപ്പോർട്ട്. പിന്നെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കയറി വരാം. വലിയൊരു ഇത് തോന്നും, ഇങ്ങനെ ഹൈറ്റായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് കയറി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹാൻഡിലൊക്കെ ചെയ്തിട്ടുള്ള മാഗണിയിലാണ്. ഇവിടെയൊക്കെ ചെടികളുണ്ട് കേട്ടോ. എന്താ ഇതൊക്കെ നല്ല ഒറിജിനൽ ചെടിയാണ് കേട്ടോ. അഗ്ലോണി വേണത് അതോ അതെന്താ സംഭവം? എന്താ ഇവിടെയൊക്കെ ഇനി ഏറ്റവും മുകളിലുള്ള കേട്ടോ ഈ ലൈറ്റ്. ഇതും സിൽവാനാണോ? ഇത് ഈ ലൈറ്റ് നമ്മൾ തിരൂര് ഗൾഫ് മാർക്കറ്റിൽ നിന്ന് എടുത്തതാണ്. അത് നമ്മൾ ഇതേമാതിരി തന്നെ കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ ലൈറ്റ് ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയി നോക്കി കണ്ടെത്തി ലാസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊന്ന് കിട്ടിയതാണ്. ഇതേമാതിരി അപ്പുറം സൈഡിലും നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം മോഡൽ തന്നെ. ഇവിടെയും ചെടികളാണ് കേട്ടോ. കണ്ട മുകളില് നമ്മളൊരു ഓപ്പൺ
ബാൽക്കണി എന്നുള്ള ആൾക്കാർ ഓപ്പൺ ഏരിയ ആയിട്ട് ബാൽക്കണി നമുക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ പാടത്തോട്ടാണ് നമുക്ക് അത് കാണുന്നത്. കുറെ മുന്നായിട്ട് ഇവിടെ ചെടികളുണ്ടായിരുന്നു, മൊത്തം പക്ഷെ അത് നന്നായിട്ട് വെയിലടിച്ചിട്ട് കരിഞ്ഞു പോണൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഒഴിവാക്കിയതാണ്. ഇവിടുന്ന് കാണും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഫ്രണ്ട് ഏരിയ. ആയതുകൊണ്ട് നിങ്ങളെ മുറ്റത്തുള്ള ചെടികളൊക്കെ നല്ല വ്യൂസ് ഉണ്ടല്ലേ കാണാൻ കാഴ്ച. കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇനി ഈ വീട്ടിലെ അടുത്ത മാസ്റ്റർ ബെഡ്റൂം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു മാസ്റ്റർ ബെഡ്റൂമും കൂടി. ഇതിലിങ്ങനെ മിററിൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ്, നല്ല വ്യൂ ആണ്. പാടൊക്കെ ഇങ്ങനെ കാണാം, നമ്മളെ മുറ്റത്തെ ചെടികളൊക്കെ കാണാം. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. സെറ്റാണല്ലേ. ഇവിടെ ഡ്രസ്സിങ് അൽമാര വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൾഡ് ചെയ്യലാണ്. താഴെ വരുന്നത് 3 ഏരിയ അങ്ങനെ തുറക്കുന്ന ടൈപ്പായിട്ടാണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ തന്നെ ഉണ്ട്. ഈ ഡിസൈനൊക്കെ നല്ല രസമുണ്ടല്ലേ, ബെഡിന്റെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ള. അതൊക്കെ പെയിന്റ് തന്നെയാണ്, പെയിന്റിൽ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം എത്ര ടൈമായി ഇത് വീട് പണി കഴിയാൻ? വീട് പണി കഴിയാൻ അത്യാവശ്യം ഞങ്ങൾ അങ്ങനെ സ്പീഡപ്പായിട്ട് ചെയ്തിട്ടില്ല, സ്ലോയിലായിട്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാലും 1 വർഷത്തിന്റെ ഉള്ളിലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, അത്രയല്ല, അതിലേറെ ഞങ്ങൾ ടൈം എടുത്തിട്ടാണ് ചെയ്യിപ്പിച്ചത്. ഒരു 3-4 വർഷം ടൈം എടുത്തിട്ടുണ്ട്. 3-4 വർഷം. ഓരോ ഐഡിയാസ് ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ടും അറിഞ്ഞിട്ടും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത്ര ടൈം എടുത്ത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത ബെഡ്റൂം. ഇത് മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റഡി റൂമായിട്ടും കൂടി സെറ്റ് ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ അവിടെ സെറ്റാക്കിയിട്ടുള്ളത്. ബുക്സും കാര്യങ്ങളൊക്കെ ഷെൽഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചതാണ്. എല്ലാ റൂമും സെയിം വലിപ്പാണോ? അല്ല, മാസ്റ്റർ ബെഡ്റൂമിലൊരു ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ താഴെയുള്ള റൂമിനേക്കാളും കുറച്ചും കൂടി വലുതാണ് ഇത്. നല്ല ഭംഗിയുള്ള ഒരു ലെങ്തി മിററൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്നാലും ഇത് 4 വർഷമായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. ഇങ്ങനെ കൊണ്ടെടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു കഴിവ് തന്നെയാണ്. നിങ്ങൾ സമ്മതിച്ചു വേണിട്ടോ. അത് എൻ്റെ കഴിവ് മാത്രമല്ല, കാക്കുണ്ട് കൂടെ. എല്ലാത്തിനും കാക്കു നല്ല സപ്പോർട്ടാണ്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് വീടുകൾ എപ്പോഴും ചുമരൊക്കെ അലങ്കോലപ്പെടുമല്ലോ. മക്കളും നല്ല കെയറിങ് ആണ് ആ കാര്യത്തിൽ. മോളൊക്കെ നന്നായിട്ട് കെയർ ചെയ്യും വീട്.